Good afternoon. Okay, Grishma, good afternoon. Okay, Richa. Okay, Hannah. Ma'am. Ashwati. തുടങ്ങാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് മുമ്പ് എന്തായാലും നിർത്താം കേട്ടോ. ഓക്കെ ലക്ഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊരു 2.5 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അധികം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കമ്പോണന്റുകളൊക്കെ പഠിച്ചിട്ടുണ്ടു. പിന്നെ JCA പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, പിന്നെ നമ്മൾ സ്കോറിംഗ് വരെ അല്ലെ, സ്കോറിംഗ് വരെയാണ് നമ്മൾ സ്കോറിംഗ് സർവേ റിസൾട്ട് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. വായിച്ചൊക്കെ നോക്കിയോ നിങ്ങള്? മനസ്സിലായോ? അത്രയും ഭാഗങ്ങള് ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചു നോക്കിയില്ലേ ആരും? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? എന്തുപറ്റി? ഓക്കെ, കുറച്ചുപേര് വായിച്ചു നോക്കിയിട്ടുള്ളൂ അല്ലെ. എക്സാം ഒക്കെ അടുത്ത് വരെയാണ് കേട്ടോ. ഇനി വായിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്രയും ഭാഗങ്ങളൊക്കെ? അപ്പൊ ഇനി നമുക്ക് കഴിഞ്ഞ നമ്മള് ക്വാളിറ്റി അഷുറൻസിലൊക്കെ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. NABH പറ്റിയിട്ടാണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, കാരണം അവിടെ പറഞ്ഞ അതേ കണ്ടന്റ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം NABH ഫുൾ ഫോം പറഞ്ഞു കേട്ടോ. NABH JCA പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നു കേട്ടോ. ഓക്കെ, NABH നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ. ഓക്കെ, എന്റെ ഫുൾ ഫോം ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ നോക്കാം. The NABH standards are reformed every 4 years. 3 വർഷം കൂടുമ്പോഴാണ് NABH സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത്. JCA എത്ര വർഷം കൂടുമ്പോഴാ? 3 വർഷം കൂടുമ്പോ കേട്ടോ. ഓക്കെ, NABH 4 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, now the hospital implements 5th edition സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ, ഫ്രം April 2020. അന്ന് തൊട്ട് നിലവിലിരിക്കുന്നത് 5ാമത്തെ എഡിഷൻ ആണ്. ഓക്കെ, ഇനി NABH സ്റ്റാൻഡേർഡുകൾ പ്രധാനമായിട്ടും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഓക്കെ, നോക്കി. ദ സ്റ്റാൻഡേർഡ് സെന്റേഴ്സ് ഓൺ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ് ബൈ ദ ഹോസ്പിറ്റൽ അല്ലെ. പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി സർവീസ് അല്ലെ, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, അതുപോലെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളില് ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ഈ 2 കാര്യങ്ങളെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് എവിടെയുള്ളത്? NABH ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി NABH is given by an autonomous body set up by the Government of India known as QCI, Quality Council of India, which is the standard making body. ചെയ്തില്ലല്ലേ? അത് ചെയ്യാവുന്ന നന്നായിട്ടാണ്. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓർമ്മിപ്പിക്കുന്ന കേട്ടോ, മിക്കവാറും ഞാൻ മ്യൂട്ട് ചെയ്യാറുണ്ട്, ചിലപ്പോ മറന്നു പോകും. ഓക്കെ, അപ്പൊ NABH എന്ന് പറഞ്ഞാല് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു വിങ് ആയിട്ടുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ്സ് മേക്കിംഗ് ബോർഡാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു വിങ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോനോമസ് ബോഡിയാണ് NABH എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. NABH ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കാം. 4 വർഷം കൂടുമ്പോഴാണ് അതിൽ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത്. NABH മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് പേഷ്യന്റിന്റെ സേഫ്റ്റി, മറ്റൊന്ന് ക്വാളിറ്റി ഓഫ് ദ സർവീസസ് ഡെലിവേർഡ് ബൈ ദ ഹോസ്പിറ്റൽ. ഈ 2 കാര്യങ്ങളെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ NABH എന്ന് പറഞ്ഞാല് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഓട്ടോനോമസ് ബോഡിയാണ്. ഇത് JCA നമ്മൾ പറയുമ്പോൾ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, അവിടെ എത്രയാണ്? 3 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്. അതിന്റെ ലക്ഷ്യം എന്ത് തന്നെയാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി തന്നെയാണ് അവരും ലക്ഷ്യമിടുന്നത്. അതൊരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ബോഡിയാണ്. NABH എന്ന് പറയുമ്പോൾ നമ്മുടെ വിത്തിൻ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്നതാണ്.
JCI എന്ന് പറയുന്നത് ലാർജസ്റ്റ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ നോട്ട് ചെയ്താൽ മതി. പിന്നെ NABH മെയിൻലി ഡിവൈഡ്സ് ദ ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻസ്. നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ഒന്ന് SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. എന്തിന്റെ ബേസിലാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? നമ്പർ ഓഫ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. നോക്കുക, SHCO എന്ന് പറയുമ്പോൾ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ, 50 ബെഡുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളെ നമ്മൾ SHCO വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി HCO എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്, 50 കൂടുതലോ ബെഡുകളുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. അവർക്ക് അവരുടേതായ സ്റ്റാൻഡേർഡുകളുണ്ട്. ഓക്കെ, ഇനി നോക്കാം, മെയിൻ NABH ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ് ഹാസ് പഠിച്ചതാണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ നമ്മൾ JCIയിൽ എത്ര പഠിച്ചത്? ചാപ്റ്റർ പറയുന്നില്ല. എത്ര സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എത്രയാ? 285 അല്ലെ. 285 സ്റ്റാൻഡേർഡ്സും 1160 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ്. ഇവിടെ എത്രയാണ്? 100 സ്റ്റാൻഡേർഡ്സും 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് കോൾ ഫോർ ദ പെർഫോമൻസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ഏരിയാസ് ആണ് കേട്ടോ. സ്പെസിഫിക് ഏരിയാസ് ഓർ ആസ്പെക്ട്സ് ഓഫ് പെർഫോമൻസ്. അതായത് പെർഫോം ചെയ്യേണ്ട, ഇംപ്രൂവ് ചെയ്യേണ്ട അല്ലെ, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകള് അല്ലെങ്കിൽ ആസ്പെക്ടുകള്, അതാണ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദി സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഗോൾ ഫോർ ദ പെർഫോമൻസ്. അതായത് പെർഫോം ചെയ്യേണ്ട, ഇംപ്രൂവ് ചെയ്യേണ്ട ആ ഏരിയ, ആ ഗോൾ, ആ ഒബ്ജക്റ്റീവ് എന്താണ്, അത് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ പേഷ്യന്റ് കെയർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആണ്. പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത് നമ്മൾ പെർഫോം ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. അത് ആ ഒരു പേഷ്യന്റ് കെയർ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഈ ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നതാണ് എന്ത്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. നോക്കുക, എലമെന്റ്സ് കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ്. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. ആ ഒരു പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫാക്ടേഴ്സിനെയാണ് എലമെന്റ്സ് അല്ലെ, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എന്താണ്? സ്പെസിഫിക് ഏരിയ ഓർ ആസ്പെക്ട് ഓഫ് പെർഫോമൻസ് ആണ്. ഇംപ്രൂവ് ചെയ്യേണ്ട, പെർഫോം ചെയ്യേണ്ട ഏരിയകളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. ആ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിനടുത്ത് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളുണ്ട്. അതിന് നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ, നമ്മൾ അവിടെ പറഞ്ഞതാണത്. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്, 1 or 2 are in core category which are essentially evaluated during each assessment. അല്ലെ, 102 എണ്ണത്തിന് കോർ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ അസസ്മെന്റിന്റെയും, അതായത് അക്രഡിറ്റേഷന്റെ ഓരോ ഘട്ടത്തിലും ഈച്ച് അസസ്മെന്റ് സമയത്തും ഇവാലുവേറ്റ് ചെയ്യേണ്ട 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സിന് കോർ കാറ്റഗറിക്കകത്തും 459 അല്ലെ 459 are in commitment category which will be evaluated during the final assessment. അന്തിമ മൂല്യനിർണയ സമയത്ത്, ആ സമയത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട 459 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്താണ്. ഓക്കെ, പിന്നെയോ 60 are in achievement category which will be checked out during surveillance assessment. അതായത് നമ്മൾ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഓരോ ഘട്ടത്തിലോ അല്ലെങ്കിൽ ഫൈനൽ സമയത്തോ അല്ല, നമ്മൾ ആ പ്രോസസ്സിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ അസസ് ചെയ്ത് പോകേണ്ട 60 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ആൻഡ് 30 are in excellence category which will be evaluated during the re-accreditation. 30 എണ്ണത്തിന് നമ്മൾ എക്സലൻസ് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് എപ്പോഴാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഡ്യൂറിംഗ് റീ അക്രഡിറ്റേഷൻ സമയത്ത് അല്ലെ. അതെ, റീ അക്രഡിറ്റേഷന്റെ സമയത്ത് നമ്മൾ എന്താണ് പറയുക, ഇവാലുവേറ്റ് ചെയ്യേണ്ട
30 എണ്ണത്തിനെയാണ് എക്സലൻസ് കാറ്റഗറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് സ്പീഡിലാണ് അത് പറഞ്ഞത്. നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. നമ്മളവിടെ ക്വാളിറ്റി അഷുറൻസ് NABH എടുത്തപ്പോ പറഞ്ഞ സെയിം കണ്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അത് വായിച്ചവർക്ക് ഇത് ഓക്കെ ആയിരിക്കും, വായിക്കാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ. അടുത്തത് വരുന്നത് ഓക്കെയാണ്. ശരി, ഇനി അടുത്തതാണ് NABH സ്റ്റാൻഡേർഡ്സ് കേട്ടോ. NABH സ്റ്റാൻഡേർഡുകള് ഒരുപാട് സ്റ്റാൻഡേർഡ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ് ഉണ്ട്. അതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, മറ്റൊന്ന് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? ആദ്യത്തെ AAC, ആക്സസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, ഫുൾ ഫോം പഠിച്ചു വെക്കുന്നു കേട്ടോ. AAC. അതുപോലെ അടുത്തത് COP, എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ്. അടുത്തത് MOM. MOM എന്താണ്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. PRE എന്താണ്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, അല്ലെ? രോഗികളുടെ അവകാശങ്ങള് അല്ലെങ്കിൽ അവരുടെ എന്താണ് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. HIC എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത്രയും വരുന്നത് എന്തിലാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലാണ്. നെക്സ്റ്റ് വരുന്നത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സിൽ ഏതൊക്കെ വരുന്നത്? ഫസ്റ്റ് വൺ PSQ. PSQ എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അതാണ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അടുത്തത് എന്താണ്? ROM. ROM എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. അതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. അടുത്തത് എന്താണ്? FMS. FMS എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. HRM എന്താണ്? എല്ലാവർക്കും അറിയാം, എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ദെൻ IMS ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. നിങ്ങൾ HIMS ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അത് തന്നെ IMS കേട്ടോ, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ ഇതിലാ വരുന്നത്? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിനകത്താണ് വരുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇതിന്റെ ഫുൾ ഫോമുകളൊക്കെ പഠിക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ നിങ്ങളോട് ROM അത് ഏത് സ്റ്റാൻഡേർഡിലാണ് പെടുന്നത്, അത് പേഷ്യന്റ് സെന്റേർഡ് ആണോ അത് ഓർഗനൈസേഷൻ സെന്റേർഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കറിയാതെ മാനേജ്മെന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണെന്ന് മനസ്സിലാക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് NABH കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേരെന്തായിരുന്നു? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, അല്ലെ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേരെന്തായിരുന്നു? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോ എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? നോക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഓർ KPI assist in helping to systematically monitor, assess and continually enhance സർവീസ് പെർഫോമൻസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു സർവീസിന്റെ പെർഫോമൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അസസ് ചെയ്യാനും വിലയിരുത്താനും അതുപോലെ അതിനെ കണ്ടിന്യൂസ്ലി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻഡിക്കേറ്റേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങള്, ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന സർവീസസിൽ ആ ഒരു പെർഫോമൻസ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നതും അസസ് ചെയ്യുന്നതും അതിനെ കണ്ടിന്യൂസ്ലി നമ്മൾ എൻഹാൻസ് ചെയ്യുന്നതും ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലെ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ മെഷറബിൾ വാല്യൂസ് ആണ്, അല്ലെ? മെഷറബിൾ വാല്യൂസ് ആണ് ദാറ്റ് ട്രാക്ക് ദ പ്രോഗ്രസ് ടുവേഴ്സ് എ സ്പെസിഫിക് ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക, അതൊന്നും പറയാട്ടോ, അടുത്തത് പറഞ്ഞിട്ട് പറയാം. അതായത് ബൈ ദംസെൽവ്സ് KPIs cannot improve performance. നമ്മൾക്ക് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് മാത്രം നമുക്ക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം മനസ്സിലായോ? അത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ മാത്രമാണ് എന്ത് സഹായിക്കുന്നത്?
കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് ഏതൊക്കെ ഏരിയയിൽ ഇംപ്രൂവ് ചെയ്യണം, ഏതൊക്കെ ഏരിയകളാണ് ഡെഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്നത്, എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നത്. പക്ഷെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ മറ്റു പല പ്രൊസീജിയറുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് KPIs cannot improve performance. KPI കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. എവിടെയൊക്കെയാണ് ഡെഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്നത്, ഏതൊക്കെ ഏരിയകൾ ഇംപ്രൂവ് ചെയ്യണം എന്ന് കണ്ടെത്താൻ മാത്രമാണ് അത് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ. However, they do provide signposts that signal progress towards goals and objectives as well as opportunities for the sustainable progress. അതായത് നേരത്തെ പറഞ്ഞതാണ് ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു മെഷറബിൾ വാല്യൂസ് ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ട്രാക്ക് ദ പ്രോഗ്രസ് ടുവേഴ്സ് എ സ്പെസിഫിക് ഗോൾ. അതായത് നമ്മളുടെ ലക്ഷ്യം, നമ്മുടെ സ്പെസിഫിക് ഗോൾ എന്താണോ ആ ഗോളിലോട്ട് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ട്, ആ ഒരു ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്രത്തോളം എത്താൻ പറ്റുന്നുണ്ട് എന്ന ഒരു ട്രാക്ക്, ആ ഒരു ട്രാക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സൈൻ പോസ്റ്റ് ആണെന്ന് പറയുന്നത്. സൈൻ പോസ്റ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ഇത്ര പെർഫോമൻസിലോട്ട് എത്തേണ്ട ചില ഏരിയകളുണ്ട്. ആ ഏരിയയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ടോ, അവിടേക്കുള്ള നമ്മളുടെ ആ ഒരു ട്രാക്ക് കറക്റ്റ് ആണോ, അത് മാത്രമാണ് നമുക്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് ഫോർ സസ്റ്റൈനബിൾ പ്രോഗ്രസ്, കുറെ കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നിലനിർത്താനും അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനും എന്ത് സഹായിക്കുന്നുണ്ട്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ പറയില്ലേ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലോട്ടുള്ള മാർഗങ്ങൾ മാത്രമാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമുക്ക് തരുന്നത്. ലക്ഷ്യം നേടിയെടുക്കാന്നുള്ളത് മറ്റൊരു രീതിയാണ്. മനസ്സിലായല്ലോ? മാർഗങ്ങൾ കാണിച്ചു തരുന്നത് അതുപോലെയാണ്. നമ്മുടെ സ്പെസിഫിക് ഗോളിലേക്കുള്ള ആ ഒരു പ്രോഗ്രസ് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കീ പെർഫോമൻസ് സഹായിക്കും. ഏതൊക്കെ ഏരിയകൾ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷെ ഇംപ്രൂവ് ചെയ്യേണ്ട രീതികൾ വേറെ ആയിരിക്കും. അത് നമ്മൾ വേറെ പ്രൊസീജിയറുകൾ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം മനസ്സിലായോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങള് അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അസസ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമ്മൾ അവിടെ പഠിച്ചൊരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചില്ലേ? അതിന്റെ ഫോർമുലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 32 എണ്ണത്തിന്റെയും ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്. അത് മാത്രമേ ഇനി ചാപ്റ്ററിനകത്തുള്ളൂ കേട്ടോ. Okay, the key performance indicators are likely to be monitored by the healthcare organizations. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ചിന്തിക്കുന്നുണ്ടാവും 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫോർമുലനെ എങ്ങനെ പഠിക്കും, അല്ലെ? എങ്ങനെ പഠിക്കും, നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുമോ? ഓർത്തു വെക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. കാര്യം എന്താണെന്നറിയോ, നമ്മൾ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. കൺസെപ്റ്റ് ക്ലിയർ ആണോ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോർമുല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? ഓപ്ഷൻസിന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളൊരു ടാസ്ക് മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ പോയിന്റ് പറയുമ്പോൾ അതിന്റെ കൺസെപ്റ്റ് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോർമുല ഇന്നതായിരിക്കും എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അത് പഠിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. ഫസ്റ്റ് വൺ, ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്. അവിടെ പഠിച്ചതാണ് അല്ലെ? ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. അങ്ങനെയാണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലെ? അതായത് ഇൻ പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്തിട്ടുള്ള സമയം, അതാണ് അവിടെ നമ്മൾ കണക്കാക്കുന്നത്. ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഇൻഡോർ പേഷ്യൻസ് എന്ന് വെച്ചാൽ ഇൻ പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്തിട്ടുള്ള സമയം. അതാണ് നമ്മൾ ആദ്യം ഫോർമുല പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് ഇനീഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ടൈം ഷുഡ് ബിഗിൻ ഫ്രം ദ ടൈം that the patient has reached at the bed of the ward till the time that the initial evaluation has been completed by a doctor. അതായത് നമ്മുടെ പേഷ്യന്റ് ആ ഒരു ഹോസ്പിറ്റൽ ബെഡ്, വാർഡിലെ ബെഡില് ആ ഒരു ബെഡിൽ എത്തുന്ന സമയം തൊട്ട്, അതായത് ഹോസ്പിറ്റലിൽ എത്തുന്ന സമയമല്ല, ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ പറഞ്ഞു, അഡ്മിഷൻ എടുത്ത് ആ ഒരു ബെഡിൽ എത്തുന്ന സമയം തൊട്ട് ഡോക്ടർ വന്ന് അവരുടെ പ്രാഥമികമായിട്ടുള്ള ഇവാലുവേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ്. പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കേട്ടോ.
അതാണ് എന്ത് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. അതായത് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മളോട് അഡ്മിറ്റ് ആവാൻ ഡോക്ടർ ആവശ്യപ്പെടുകയാണ്. അപ്പൊ അഡ്മിഷൻ അതിൻ്റെതായ ചില പ്രൊസീജിയറുകളും കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മളൊരു 10 മണിക്ക് നമ്മൾ അഡ്മിഷൻ എടുത്തു, നമ്മൾ ഹോസ്പിറ്റൽ ബെഡിൽ വന്നു. 10 മണിയോടുകൂടി നമ്മൾ ബെഡിൽ അഡ്മിറ്റഡ് ആയി. ഓക്കെ, അപ്പൊ 10 മണി തൊട്ട് അപ്പൊ ഈ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ ഡോക്ടർ വരുന്നു. ഡോക്ടർ നമ്മുടെ ഇനീഷ്യൽ ഇവാലുവേഷൻസ് നടത്തുകയാണ് അല്ലെ. പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററിയും മറ്റുള്ള ഇവാലുവേഷൻ ഒക്കെ എടുക്കുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്ന ഏകദേശം ഒരു 10:30 കൂടിയിട്ട് നമ്മുടെ ഇനീഷ്യൽ ഇവാലുവേഷൻ അവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പൊ ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത സമയം ഇവിടെ എത്രയാണ്? 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് ആണ് എടുത്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദ ടൈം ഷുഡ് ബിഗിൻ ഫ്രം ടൈം ദ പേഷ്യന്റ് ഹാസ് റീച്ച്ഡ് അറ്റ് ദ ബെഡ് ഓഫ് ദ വാർഡ്. പേഷ്യന്റ് വാർഡിലെ ബെഡിൽ എത്തുന്ന സമയം തൊട്ട് the initial evaluation has been completed by a doctor. ഡോക്ടർ അവരുടെ ഇനീഷ്യൽ ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സമയമാണ്. അപ്പൊ ഫോർമുല എങ്ങനെ വരും? ഫോർമുല എന്തായിരിക്കും? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്തിട്ടുള്ള ആകെ സമയം. അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിന്റെ അല്ല എടുക്കുന്നത്, ഒരുപാട് പേഷ്യൻസിന് നമ്മളൊരു ആവറേജ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. ആവറേജ് ടൈമാണ് നമുക്ക് അതിന് കിട്ടുന്നത്. So, sum of the time taken for initial assessment. Initial assessment in എടുത്തിട്ടുള്ള ആകെ സമയം divided by എന്താണ്? Total number of admission. Total number of admission പറഞ്ഞ എന്താ? Total number of inpatients അല്ലെ. ആകെ അഡ്മിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആകെയുള്ള ഇൻപേഷ്യൻസില് എത്ര സമയം കൊണ്ടാണ് നമ്മൾ ആ ഇനീഷ്യൽ അസസ്മെന്റ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഫോർമുല ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ന്യൂമറേറ്ററിൽ സം ആണ് വരുന്നത് അല്ലെ. സമ്മും ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് നമ്പറുമാണ്. അപ്പൊ സം ബൈ നമ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ആവറേജ് ആണ്, ശരാശരി ഇരിക്കില്ലേ. ആവറേജ് എങ്ങനെയാ? സം ബൈ ടോട്ടൽ നമ്പർ ആണ് അല്ലെ. അത് സം എടുക്കും, അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതിന് ആവറേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ശരിക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്? ആവറേജ് ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്. അപ്പൊ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലില് പൊതുവെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് അവരുടെ ഇനീഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന ഒരു ആവറേജ് നമുക്ക് അതിനോട് കണ്ടെത്താനായിട്ട് പറ്റും. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, എത്രയും പെട്ടെന്ന് ഇനീഷ്യൽ അസസ്മെന്റ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് സമയം എടുത്ത് ഇനീഷ്യൽ അസസ്മെന്റിന് ഒരുപാട് സമയം എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ക്വാളിറ്റിയുടെ ഒരു കുറവിനെയാണ് കാണിക്കുന്നത്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി പെട്ടെന്ന് വരുന്നു, ഡോക്ടർ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തിയതിന് ശേഷമാണ് അവർക്ക് അടുത്ത ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനീഷ്യൽ അസസ്മെന്റ് എത്രത്തോളം വേഗത്തിൽ പൂർത്തീകരിക്കാൻ പറ്റുന്നോ അത്രത്തോളം അത് ആ ഒരു ക്വാളിറ്റി ഉള്ള സർവീസസിനെയാണ് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ് കേട്ടോ. 1000 ഇൻവെസ്റ്റിഗേഷൻസില് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണമാണ് എടുക്കുന്നത്. 1000 ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ലബോറട്ടറി, റേഡിയോളജി ഒക്കെ മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അങ്ങനെ 1000 ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് അവിടെ എടുക്കുന്നുണ്ട്. ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയതില് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എററുകളുടെ എണ്ണം എത്രയാണ്? അപ്പൊ നോക്കിയേ, ഫോർമുല നോക്കാം. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻടു 1000. നമ്പർ ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് കേട്ടോ. നമ്പർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻടു 1000. നമ്മൾ 1000 ഇൻവെസ്റ്റിഗേഷൻസിലല്ലേ നോക്കുന്നത്. ഓക്കെ, അതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എററുകളുടെ എണ്ണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബുദ്ധിമുട്ടുണ്ടാവും ഫോർമുല പഠിക്കാൻ? എളുപ്പമല്ലേ? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻടു 1000. ഓക്കെ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ ശതമാനം എന്ന് കേട്ടോ, ഫോർമുലയുടെ കൂടെ എന്തുണ്ടായിരിക്കും? ഇൻടു 100 ഉണ്ടായിരിക്കും അല്ലെ. പെർസെന്റേജ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോ ആ ഫോർമുലയുടെ കൂടെ ഇൻടു എന്തായിരിക്കും? 100 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കുക, അതിനെന്ത് എന്താ പറയുന്നത്? ഡയഗ്നോസ്റ്റിക്സ് വിഭാഗം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ലബോറട്ടറി, റേഡിയോളജി, ഇതൊക്കെ എന്താണ്?
ഡയഗ്നോസ്റ്റിക്സ് വിഭാഗമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ലബോറട്ടറിയിൽ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകള്, റേഡിയോളജിയിൽ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പോ അവിടുത്തെ ജീവനക്കാർ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിന് ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ ശതമാനം, ഇപ്പൊ എല്ലാ സ്റ്റാഫുകളും സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കണമെന്ന് നിർബന്ധമില്ല. ചില സ്റ്റാഫുകൾ കറക്റ്റ് ആയിട്ട് പാലിക്കും, ചിലവര് പാലിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നോക്കുകയാണ്. അപ്പൊ ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്, സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് ഇൻടു 100. നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സ്റ്റാഫ്സ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്, ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആകെ ജീവനക്കാരുടെ എണ്ണം, അതാണ് അതിന്റെ അർത്ഥം. നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സ്റ്റാഫ്സ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്, ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ ആകെ എത്ര ആളുകൾ, എത്ര സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിനകത്ത് എത്ര പേര് കറക്റ്റ് ആയിട്ട് സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നുണ്ട്. പെർസെന്റേജ് അല്ലേ പറഞ്ഞത്, ഇൻടു 100 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. എങ്ങനെ വരിക എന്നറിയോ? ക്വസ്റ്റ്യൻ അകത്ത് ഓപ്ഷൻസ് വരുമ്പോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് തരും. ന്യൂമറേറ്ററിൽ വരേണ്ടത് ഡിനോമിനേറ്ററിലിടും, ഡിനോമിനേറ്ററിൽ ഇടുന്നത് ന്യൂമറേറ്ററിൽ. അതുപോലെ ഡിവിഷൻ ചിലപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടിടും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷന്റെ തരത്തിൽ ചിലപ്പോൾ ഡിവിഷൻ ഇടും. അങ്ങനെയൊക്കെ മാറ്റി മറിച്ചൊക്കെയാണ് ഫോർമുല തരുക. അപ്പൊ ഇപ്പൊ കാണുമ്പോൾ കുഴപ്പമില്ല, ഓപ്ഷൻസിൽ എല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ചിലപ്പോ കൺഫ്യൂഷൻ വരും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ, നാലാമത്തെ വരുന്നത് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ മെഡിക്കേഷൻസ് ഒന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന എററുകളുടെ നിരക്കാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, ഈ മെഡിക്കേഷൻ എന്താണ് മെഡിക്കേഷൻ എറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. എ മെഡിക്കേഷൻ എറർ ഈസ് എനി പ്രിവെന്റബിൾ ഇവന്റ് that may cause or lead to unsuitable medication use or patient harm while the medication is in the control of the healthcare professional, patient or consumer. അതായത് മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ ആർക്ക് എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ കയ്യിൽ നിന്നോ ഈവൻ ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് സംഭവിക്കാം? മെഡിക്കേഷൻ എറർ സംഭവിക്കാം. അത് ഇന്ന ആളുടെ കയ്യിൽ നിന്ന് സംഭവിക്കുള്ളൂ അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. ചിലപ്പോൾ ഡോക്ടറുടെ കയ്യിൽ നിന്ന് സംഭവിക്കാം, ഫാർമസിയിൽ നിന്ന് സംഭവിക്കാം, മരുന്ന് എടുത്ത് കഴിക്കുന്ന പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് സംഭവിക്കാം, ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ റോങ് ആയിട്ടുള്ള ഡ്രഗ്, റോങ് ആയിട്ടുള്ള ഡോസിൽ, റോങ് റൂട്ടിലൂടെ നമ്മൾ എടുക്കുന്നതിനെയാണ് മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിവെന്റബിൾ ആയിട്ടുള്ള ഇവന്റ് ആണ്. അത് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അത് ആരുടെ കയ്യിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അൺസ്യൂട്ടബിൾ മെഡിക്കേഷൻ യൂസ് എന്ന് പറയുന്നത് നമ്മൾ തെറ്റായ ഡോസിൽ മരുന്ന് എടുക്കുക, തെറ്റായിട്ടുള്ള മരുന്നുകൾ മാറി കഴിക്കുക, തെറ്റായ രീതിയിൽ, അതായത് ഓറലി കഴിക്കേണ്ട മരുന്ന് IV ആയിട്ട് എടുക്കുക, IV ആയിട്ട് എടുക്കേണ്ട മരുന്ന് ഓറലി ആയിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ. റോങ് ആയിട്ടുള്ള ഡോസ് കൂട്ടി കഴിക്കുക, ഇതൊക്കെ എന്താണ്? മെഡിക്കേഷൻ എററാണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ നമ്മൾ നോക്കുന്നത്. ഫോർമുല എങ്ങനെയാ വരിക? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, ആകെ ഉണ്ടായിട്ടുള്ള മെഡിക്കേഷൻ എററുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, മെഡിക്കേഷൻ എറേഴ്സ് വരാൻ സാധ്യതയുള്ള ചാൻസസുകളുടെ എണ്ണം ഇൻടു 100. അതെന്താ അവിടെ പറയുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെഡിക്കേഷൻ എറർ വരാൻ സാധ്യതയുള്ള ചാൻസുകളാണ് എടുക്കുന്നത്. എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും, അതായത് എപ്പോഴൊക്കെ മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, മെഡിസിൻസ് കൊടുക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ എന്തുണ്ട്? ചാൻസ് ഉണ്ട്. സംഭവിച്ചൂടെ? സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അപ്പൊ അതന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ എറർ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മൾ മെഡിക്കേഷൻസ് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. ടോട്ടൽ ചാൻസ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എത്ര കേസുകളിൽ മെഡിക്കേഷൻ എററുകൾ ഉണ്ടായിട്ടുണ്ട് ഇൻടു 100 റേറ്റ് ആണ്. സോ ഇൻടു 100. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് ഇൻടു എന്നാണ് കേട്ടോ, ഇൻടു 100. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തതാണ് അഞ്ചാമത്തത്. അത് പറഞ്ഞു, അത് അഞ്ചാമത്തെ വരയ്ക്കുക അല്ലെ. ഓക്കെ, അഞ്ചാമത്തെ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് എറർ വരാൻ ചാൻസ് ഉള്ള അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. അപ്പൊ അവിടെ പറഞ്ഞല്ലോ അല്ലെ, ഇപ്പൊ മില്ലിഗ്രാം, സ്മോൾ എമ്മും സ്മോൾ ജി ആണ്. ആ സ്മോൾ എം ഒന്ന് മാറി ക്യാപിറ്റൽ എം ആയി കഴിഞ്ഞാൽ മെഗാഗ്രാം ആയിട്ട് മാറി അല്ലെ. മില്ലിഗ്രാമും മെഗാഗ്രാമും തമ്മില് വലിയൊരു വ്യത്യാസമുണ്ട് അല്ലെ. അതുപോലെ ടീസ്പൂണും ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ അളവിൽ നമ്മൾ എടുക്കുമ്പോൾ ടേബിൾ സ്പൂൺ എന്ന് പറയും. ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ അളവിൽ എടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ക്യൂഡിയും ക്യൂഐഡിയും. ക്യൂഡി എന്ന് പറയുമ്പോൾ ഡെയിലി ആണ്, ക്യൂഐഡി എന്ന് പറയുമ്പോൾ 4 times a day എന്നാണ് അർത്ഥം. രണ്ടും വ്യത്യാസമുണ്ട്. ഇതൊക്കെ എന്താണ്? എറർ പ്രോൺ ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ആണ്. അപ്പൊ ഇത്തരത്തില് എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനമാണ് നമ്മൾ കണക്കാക്കുന്നത്. ശതമാനം എന്ന് കേട്ടോ, into 100 എന്തായാലും ആ ഫോർമുലയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കാം, എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഗൈഡ്ലൈൻസ് സെറ്റ് ഡൗൺ ബൈ ദ സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസസ്. അപ്പോ ഈ എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉള്ള ചാർട്ടുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. കാര്യം അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസസിന്റെ ഭാഗമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എറർ പ്രോൺ അബ്രീവിയേഷൻസ്, എറർ പ്രോൺ ആയിട്ടുള്ള അബ്രീവിയേഷൻസുകൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കാം. ഫോർമുല എങ്ങനെയാ വരിക നോക്കിയേ. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ. എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ്. ആകെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം. അങ്ങനെയല്ലേ നോക്കാം, ആകെ എത്ര മെഡിക്കേഷൻ ചാർട്ടുകളുണ്ട്, അതിനകത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള എത്ര ചാർട്ടുകളുണ്ട്, അങ്ങനെയല്ലേ നോക്കാം. into 100 അല്ലെ, into 100. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ആ 5 ഫോർമുലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അടുത്തത് കേട്ടോ, ആറാമത്തെ ഫോർമുല ഇതാണ്. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. അതായത് അഡ്വേഴ്സ് ആയിട്ടുള്ള, പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനം. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് ഈ മരുന്നുകളുടെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് അല്ലെ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള പേഷ്യൻസുകളുടെ, പ്രത്യേകിച്ച് ഇൻപേഷ്യൻസുകളുടെ ശതമാനമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. നോക്കാം, ആദ്യം തന്നെ എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ is a response to a drug which is toxic and unintended and which happens at doses normally used in man for prophylaxis, diagnosis or therapy of disease or for the modification of a physiologic function. അതായത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡ്രഗിന്റെ റെസ്പോൺസ് ആണ്. നമ്മളൊരു മരുന്ന് എടുത്തിട്ട് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആണ്. പക്ഷെ ആ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ടോക്സിക് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും. ടോക്സിക് ആയിട്ടുള്ള, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അങ്ങനെയുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു പ്രോഫൈലാക്സിസ്, നമ്മളൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോളജിക് ഫംഗ്ഷൻ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോർമൽ ഡോസിൽ എടുക്കുന്ന മരുന്നുകൾ. പ്രത്യേകം ഓർക്കാം, നോർമലി യൂസ് ചെയ്യുന്നതാണ് ഡോസസ്. നോർമലി നമ്മൾ
എന്താ നോർമൽ ഡോസിൽ നമ്മൾ മരുന്നുകൾ എടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു എന്താണ് റിയാക്ഷൻ, ഒരു റെസ്പോൺസ് ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. എന്തുകൊണ്ടാണ് നോർമൽ ഡോസിൽ എടുക്കുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ ഒരു മരുന്ന്, ആ മരുന്ന് പറയുന്ന ഒരു 2 നേരം എടുക്കേണ്ട മരുന്നാണ്, നമ്മളതൊരു അറിയാതെ 4 പ്രാവശ്യം എടുത്തു എന്ന് കരുതുക. അപ്പൊ ഓവർഡോസ് ആയി. ഓവർഡോസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്തുണ്ടാവാം? റിയാക്ഷൻ ഉണ്ടാവാം. അത് സ്വാഭാവികമാണ് അല്ലെ? ഓവർഡോസ് ആയി കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അവർ പ്രത്യേകം എടുത്തു പറയുന്നത് നോർമൽ ഡോസിൽ തന്നെ മരുന്ന് എടുക്കുന്നത്. നോർമൽ ഡോസിൽ തന്നെ മരുന്ന് എടുത്തിട്ട് അതിൽ നിന്നൊരു ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാവും. ഓവർഡോസ് ആകുമ്പോൾ റിയാക്ഷൻ ഉണ്ടാവുന്നതിന് നമുക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഓവർഡോസ് ആയതിന്റെ പേരിൽ വരുന്നില്ല. അതിനെ നമ്മൾ മെഡിക്കേഷൻ എറർ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ നോർമൽ ഡോസിൽ മരുന്നുകൾ എടുത്തുകൊണ്ട് നമുക്ക് ടോക്സിക് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാവുന്നതിനെയാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, ആകെയുള്ള ഇൻപേഷ്യൻസുകളുടെ എണ്ണം ഇൻറ്റു 100% ആയതുകൊണ്ട് ഇൻറ്റു 100 അങ്ങനെ എടുക്കാം. ആകെ എത്ര ഇൻപേഷ്യൻസ് ഉണ്ട്, അതിനകത്ത് എത്ര പേരിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇൻറ്റു 100. അതാണ് ഫോർമുല. ഓക്കെ, ക്ലിയർ? അടുത്തത് കേട്ടോ, 7ാമത്തെ നോക്കാം നമുക്ക്. 7th വൺ ഇതാണ്, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് റിട്ടേൺ ചെയ്യേണ്ടി വന്നിട്ടുള്ള, അതായത് തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. അതാണ് നമ്മൾ നോക്കുന്നത്. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഓക്കെ, അപ്പോ unplanned return to the OT is defined as any secondary procedure needed for a complication that results directly from the index operation during the same admission. Okay, അതായത് ഇൻഡെക്സ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്പറേഷൻ, പ്രൈമറി ഓപ്പറേഷൻ ഉള്ള അർത്ഥമാണ് കേട്ടോ. അൺപ്ലാൻഡ് റിട്ടേൺ ടു OT എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി പ്രൊസീജിയർ, അതായത് ഒരു പ്രൈമറി പ്രൊസീജിയർ കഴിഞ്ഞു, അതായത് ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. ആ ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് അതുമൂലം ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി അല്ല, ആ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായതിന്റെ പേരിൽ നമുക്ക് രണ്ടാമതൊരു സെക്കൻഡറി പ്രൊസീജിയർ അവിടെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണ്. ഓക്കെ, അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ അൺപ്ലാൻഡ് റിട്ടേൺ ടു OT എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് നോക്കാട്ടെ, അതും ഡ്യൂറിങ് ദ സെയിം അഡ്മിഷൻ. സെയിം അഡ്മിഷൻ സമയത്ത്, സെയിം അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്തുകൊണ്ട് എടുത്തു പറയാൻ കാരണം, ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, ആളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി, ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും രണ്ടാമതൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന കേസല്ല നമ്മൾ എടുക്കുന്നത്. പകരം എന്താണ്? അതേ അഡ്മിഷൻ, അതായത് വന്നു, അഡ്മിറ്റ് ആയി, ഫസ്റ്റ് സർജറി കഴിഞ്ഞു, ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതേ ഓപ്പറേഷന്റെ, ഫസ്റ്റ് ഓപ്പറേഷന് കോംപ്ലിക്കേഷൻ മൂലം സെക്കൻഡ് ഓപ്പറേഷൻ ഉടനടി തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ, അതുകൊണ്ടാണ് ഡ്യൂറിങ് സെയിം അഡ്മിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡീബ്രൈഡ്മെന്റ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡീബ്രൈഡ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സിവിയർ ആയിട്ട് ബ്ലീഡിംഗ് വരികയാണ്. സിവിയർ ആയിട്ട് ബ്ലീഡിംഗ് വരുമ്പോ ഡീബ്രൈഡ്മെന്റ് എന്ന് പറഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസുകൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സിവിയർ ആയിട്ട് ബ്ലീഡിംഗ് വന്നിട്ടുണ്ടാവും. അപ്പൊ ബ്ലീഡിംഗ് വന്നു കഴിയുമ്പോൾ അവിടുത്തെ സെല്ലുകൾ നശിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ആ സെല്ലുകൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡീബ്രൈഡ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അൺഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസുകളെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡീബ്രൈഡ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരാം. അതുപോലെ സെക്കൻഡറി സ്വിച്ചറിങ് എംബോലെക്ടമി. എംബോലെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡ് വെസൽസിന് ബ്ലോക്ക് വരെയാണ്. ആദ്യത്തെ സർജറി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ആ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് വരുന്നുണ്ട്. ആ ബ്ലോക്ക് അവിടെ ഇന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ബ്ലോക്ക് എടുത്ത് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് സെക്കൻഡറി സ്വിച്ചറിങ് എംബോലെക്ടമി. എംബോലെക്ടമി എന്ന് പറഞ്ഞാല് ബ്ലഡ് വെസൽസിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അതിനെ നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എംബോലെക്ടമി എന്ന് പറയുന്നത്. സോ സെക്കൻഡറി സ്വിച്ചറിങ് എംബോലെക്ടമി. പിന്നെ ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ. അനസ്തേഷ്യയുടെ സമയത്ത് നമ്മളെ രോഗിയെ, നമ്മൾ അനസ്തേഷ്യ ഒക്കെ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പേഷ്യന്റിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു അനസ്തേഷ്യയുടെ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് ചിലപ്പോൾ ഒരു സെക്കൻഡറി പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഫോർമുല നോക്കാം. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലൂടെ അൺപ്ലാൻഡ് ആയിട്ട് റിട്ടേൺ ചെയ്യേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ ആകെ സർജറിക്ക് വിധേയമായിട്ടുള്ള കേസുകളുടെ എണ്ണം എടുക്കാം അല്ലെ. ആ ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയമായിട്ടുള്ള എല്ലാ കേസുകളും എത്ര പേഷ്യൻസ് ഉണ്ട്, അതിനകത്ത് എത്ര പേർക്ക് ഈ പറഞ്ഞ പോലെ അൺപ്ലാൻഡ് ആയിട്ട് രണ്ടാമതൊരു സർജറിക്ക് വേണ്ടിയിട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇൻറ്റു 100% ആണ്. സോ ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് പെർസെന്റേജ് ഓഫ് സർജറീസ് where organizations procedure to prevent adverse events like wrong site, wrong patient and wrong surgery have been adhered to. അതായത് പെർസെന്റേജ് ഓഫ് സർജറീസ് where organization, നമുക്കറിയാം ഒരു തെറ്റായ സൈറ്റില് തെറ്റായ പേഷ്യന്റില് തെറ്റായ സർജറികൾ അങ്ങനെയൊക്കെ നടക്കാലോ. അപ്പൊ അതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില പ്രൊസീജിയറുകളുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ സർജറികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം, ചുരുക്കി പറഞ്ഞ് സേഫ് ആയിട്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമ്മൾ ഒരിക്കലും സർജറി ചെയ്യുമ്പോൾ തെറ്റായ രീതിയിൽ സർജറി വരാൻ പാടില്ല അല്ലെ. റോങ് സൈറ്റ് അല്ലെങ്കിൽ റോങ് പേഷ്യന്റ്, റോങ് സർജറി ഒക്കെ ഒഴിവാക്കാനായിട്ട് ഓർഗനൈസേഷൻ ചില പ്രൊസീജിയറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം. ഓക്കെ, അപ്പൊ എങ്ങനെ ഫോർമുല വരിക നോക്കിയേ. ഫോർമുല ഇതാണ്. നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed, അതായത് കൃത്യമായിട്ട് ആ ഒരു പ്രൊസീജിയറുകൾ അതേപടി ഫോളോ ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്, നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, ആകെ നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണം ഇൻറ്റു 100. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇപ്പൊ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ ശതമാനം എന്ന് പറയുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എല്ലാ സ്റ്റാഫുകളും പാലിക്കുന്നത് നിർബന്ധമില്ല. ചിലവര് പാലിക്കും, ചിലവര് പാലിക്കാതിരിക്കാം. നമ്മള് അതടക്കാണ് നോക്കുന്നത്, കൃത്യമായിട്ട് പാലിച്ച് ആരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ എന്നുള്ളത്. അതിൽ ഈ പറഞ്ഞ പോലെ അപകടങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അതോരോ ചാൻസുകളാണ്. എന്നതുപോലെ തന്നെയാണ് ഇവിടെ ആകെ എത്ര സർജറികൾ നടന്നിട്ടുണ്ട്, അതിനകത്ത് ഈ ഒരു പ്രൊസീജിയർ അതേപടി ഫോളോ ചെയ്തുകൊണ്ട് എത്രത്തോളം സർജറികൾ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് അതിന്റെ എണ്ണം ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed divided by number of surgeries performed into 100. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ്, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും കേട്ടോ. അടുത്തതാണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിന്റെ ശതമാനം. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നോക്കാം കേട്ടോ. എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ ടു ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണൻസ് should be considered as a transfusion reaction. നമ്മളൊരു ബ്ലഡ് കമ്പോണൻസുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുമൂലം ഉണ്ടാകുന്ന ഹോസ്റ്റൈൽ റിയാക്ഷൻ, അപകടകരമായിട്ടുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ചെറിയ റിയാക്ഷൻ തൊട്ട് വലിയ റിയാക്ഷൻസ് വരെ ഉണ്ടാവാം. ഓക്കെ, ഇറ്റ് മേ റേഞ്ച് ഫ്രം എ മൈൽഡ് അലർജിക് റിയാക്ഷൻ to the life-threatening complications such as TRALI and graft versus hospitalism. അതിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത് കേട്ടോ. അപ്പോ ഈ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ ഉണ്ടാവാം. മൈൽഡ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻ ലൈക്ക് ചിൽസ് റിഗേഴ്സ് എന്ന് പറഞ്ഞൊരു ഷിവറിംഗ് പോലെ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് കോൾഡ്നെസ് പോലെയുള്ള ചെറിയ രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസ് തൊട്ട് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരെ ഉണ്ടാവും. നമ്മുടെ ജീവന് ഹാനികരമാകുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരെ ഉണ്ടാവാം. ലൈക്ക് ഏതാണ്? ട്രാലി. ട്രാലിയുടെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ
റിലേറ്റഡ് എഴുതി വെക്കാം കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി എന്നാണ് കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഓക്കെ, എഴുതി വെക്കാം കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഓക്കെ, അങ്ങനെ അതായത് ട്രാൻസ്ഫ്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ലങ് ഇഞ്ചുറീസ്. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് നമ്മൾ ഈ പറയുന്ന ഡൊണേറ്റ് ചെയ്യുന്ന സെല്ലുകള് അതെന്താണ്, റെസിപ്പിയന്റിന്റെ സെല്ലുകളെ എന്താണ് അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഡോണർ ആണ്. അതായത് ഡോണർ സെല്ല് എന്ത് ചെയ്യാണ്, അറ്റാക്സ് ദ റെസിപ്പിയൻസ് ബോഡി സെൽസ്. അതായത് ഡോണറിന്റെ സെല്ലുകള് ഈ പറയുന്ന റെസിപ്പിയന്റിലോട്ട് എത്തുമ്പോ, സ്ത്രീ ഭർത്താവിലോട്ട് എത്തുമ്പോ അവരുടെ സെല്ലുകളെ നശിപ്പിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, അതായത് സ്ക്രീനിങ് ഓഫ് എന്താണ് സ്പെഷ്യൽ ആന്റിബോഡീസ് അല്ലെ, പ്രത്യേകമായിട്ട് ചില ആന്റിബോഡീസുകൾ. അത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ബ്ലഡ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന തരത്തില് എന്തെങ്കിലും സ്പെഷ്യൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം എന്ന് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നു എന്ന് പറഞ്ഞു. അതുപോലുള്ള ഒരു സംഭവമാണത്. അത് നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കൊടുക്കുന്ന സെല്ലാണ്, പക്ഷെ അത് അയാളുടെ ശരീരത്തിൽ എത്തുമ്പോൾ അയാളുടെ ഹെൽത്തി സെല്ലുകൾ അത് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്നൊക്കെ പറഞ്ഞാൽ വളരെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ട്രാജിക് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു 100. ഇതാണ് നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. ആകെ എത്ര യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതിനകത്ത് എത്ര കേസുകൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻറ്റു 100. പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി 10th വൺ എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ICUവിലുള്ള മോർട്ടാലിറ്റി റേഷ്യോ, അതായത് ഡെത്ത് റേഷ്യോ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി ഒരു റേഷ്യോ ആണ്, ഒരു അനുപാതമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നോക്കുക. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ is the ratio of the perceived or actual mortality and the anticipated mortality for a specific time period. അതായത് ഒരു നിശ്ചിത ടൈം പീരീഡിന് ICUവിൽ നടന്നിട്ടുള്ള മരണങ്ങളുടെ എണ്ണവും ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ICUവില് ഡെത്ത് പ്രതീക്ഷിക്കുന്ന, ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന മരണങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ്. അതായത് ICUവിൽ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്, ആക്ച്വൽ ഡെത്ത് എത്ര ഉണ്ട്, അതുകൂടാതെ ICUവിൽ നമ്മൾ മരണം പ്രതീക്ഷിക്കുന്ന, ആന്റിസിപ്പേറ്റഡ് എന്ന് വെച്ചാൽ മരണം പ്രതീക്ഷിക്കുന്ന കേസുകളുടെ എണ്ണം, അതും ഒരു സ്പെസിഫിക് ടൈം പീരീഡ്, നിശ്ചിത ടൈം പീരീഡ് കേട്ടോ. ഫോർമുല എങ്ങനെ വരിക? ആക്ച്വൽ ഡെത്ത് ഇൻ ICU, ICUവിലുള്ള ആക്ച്വൽ ഡെത്ത് ഡിവൈഡ് ബൈ പ്രഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU. ICUവിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ഡെത്ത് അല്ലെങ്കിൽ പ്രഡിക്റ്റഡ് ചാൻസസ് അല്ലെ, ഡെത്തിന് ചാൻസ് ഉള്ള കേസുകൾ ഇൻറ്റു 100. അങ്ങനെയാണ് അതിന് കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്നിപ്പോ ഞാൻ 10 ഫോർമുലാസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 10 ഫോർമുലാസും നിങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് മൺഡേയിലത്തെ ക്ലാസ്സിൽ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് എടുക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. അതർവൈസ് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ശരി കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.